ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള ഒരു സെക്ഷനാണ് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു സെക്ഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മളതിനെ പറയുന്ന പേര് SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് എടുക്കുകയാണ്, അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെൻഡുലത്തിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ആ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എങ്കിൽ അത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM എന്ന് വിളിക്കും. അപ്പോൾ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു പോയിന്റിലും ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് നമുക്ക് F പ്രൊപ്പോർഷണൽ ടു ആരെന്ന് എഴുതാം? -x ആണ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബട്ട് F എന്ന് പറയുന്നത് MA അല്ലേ. അപ്പോൾ നമുക്ക് MA ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരെന്ന് എഴുതാം? -x എന്ന് എഴുതാം. ദെയർഫോർ M എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ A ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരെന്ന് എഴുതാം? -x എന്ന് എഴുതാം. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM. അപ്പോൾ എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു പോയിന്റിലും ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് F പ്രൊപ്പോർഷണൽ ടു -x ആണ് അല്ലെങ്കിൽ A പ്രൊപ്പോർഷണൽ ടു -x ആണ് എങ്കിൽ അത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ, സ്ട്രേറ്റ് ലൈൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ലീനിയർ SHM. ഇത് വിളിക്കും ലീനിയർ SHM എന്നും. ഇനി ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം SHM സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ SHM എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനും ഉണ്ട്, ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനും ഉണ്ട് അല്ലേ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നമുക്ക് 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു പോയിന്റിലും ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അത്തരം മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM. That means F proportional to -x or A directly proportional to -x. ഇനി നമ്മൾ പറഞ്ഞു അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലെങ്കിൽ ലീനിയർ ആണെങ്കിൽ അതിന് നമ്മൾ ലീനിയർ SHM എന്നും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലാർ ആണെങ്കിൽ നമ്മൾ അതിനെ ആംഗുലാർ SHM എന്നും വിളിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആരാണ്? ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആരാ? ലീനിയർ SHM. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, നോക്കിയാൽ അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആരാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, SHM ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് റീസ്റ്റോറിങ് ഫോഴ്സ് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് ആരാണെന്ന് അറിയാം? -x ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആണെന്ന് അറിയാം. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -kx എന്ന് എടുക്കുന്നു. K നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് F ഈസ് ഈക്വൽ ടു -kx എന്ന് കിട്ടി.
ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു ആരാണ് എം എ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്താൽ എം എ ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം, മൈനസ് കെ എക്സ് എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷനെ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ആര് ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഇത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ആരാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ രണ്ട് തവണ എന്തെടുക്കുമ്പോഴാണ്, ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആക്സിലറേഷൻ കിട്ടുന്നത്. ഇനി അപ്പോൾ ഞാൻ ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന എം ഇങ്ങനെ താഴെ വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു ആരെന്ന് എഴുതാം, എക്സ് എന്ന് എഴുതാം അല്ലേ. മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇനി മൈനസ് കെ ബൈ എം എക്സ് ഇനി ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും, അത് പ്ലസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം, 0 എന്ന് എഴുതാം. ബട്ട് കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. ആരാണ്, ഒമേഗ സ്ക്വയർ. ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് എടുക്കാൻ നമുക്ക് ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, therefore നമുക്ക് എങ്ങനെ എഴുതാം, ഡി സ്ക്വയർ എക്സ് ബൈ ആര് ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം, 0 എന്ന് എഴുതാം. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആര്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ആര്, 0. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആര്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ നിങ്ങൾ നോക്കി, നമുക്ക് എക്സിന്റെ ടൈമിൽ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത്. ഞാൻ എടുക്കുന്നു, ലെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ ബി, ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ ഞാൻ എടുക്കുന്നു എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ആരായിട്ട് അസ്യൂം ചെയ്യുന്നു, 5 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു ആരാണ്, എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. വേർ എ ഒമേഗ ആൻഡ് 5 ആർ കോൺസ്റ്റന്റ്. എയും ഒമേഗയും 5 ഒക്കെ അവിടെ എന്താണ്, കോൺസ്റ്റന്റുകളാണ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആര, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണെന്നറിയാം. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടി. ബട്ട് എഫ് എന്ന് പറയുന്നത് എം എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം എ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. ഞാൻ ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിലേക്ക് മാറ്റുകയാണെങ്കിൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. അവിടെ നിന്ന് എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്നാവും. ആ മൈനസ് കെ ബൈ എം എക്സ് ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബട്ട് കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആര, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ആര എ കോസ് ഒമേഗ ടി പ്ലസ് ആര 5 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. വേർ എ ആൻഡ് ഒമേഗ ആൻഡ് 5 ആർ എന്താ, കോൺസ്റ്റന്റ്. എയും ഒമേഗയും 5 എല്ലാം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആര, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആസ് എസ് എച്ച്. നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, അത് നോക്കി, യൂണിഫോം സർക്കുലർ മോഷൻ ആസ് എസ് എച്ച്. അപ്പം ഞാനൊരു സർക്കുലർ മോഷൻ അസ്യൂം ചെയ്യുകയാണ്. അതായത് ഒരു സർക്കുലർ മോഷനാണ്, സർക്കുലർ മോഷനാണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് അതിൻ്റെ എക്സ് പ്ലെയിനും ഇത് വൈ പ്ലെയിനുമാണ്, എക്സ് എക്സ് ഡാഷ് പ്ലെയിൻ. ഇത് എക്സ് ഡാഷ് ഫ്രെയിമും ഇത് വൈ ഡാഷ് ഫ്രെയിമും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം സർക്കുലർ മോഷനകത്ത് ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടുവേഴ്സ് ആരാണ്, സെൻറ്ററാണ്. അപ്പോൾ ഇത് ആക്സിലറേഷൻ ആണ്. ഞാൻ എടുക്കുന്നത് ഈ ആംഗിൾ തീറ്റ എന്ന് അസ്യൂം ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്നും ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഞാൻ വൈ എന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്കറിയാം ഒരു സർക്കുലർ മോഷൻ, ഈ സർക്കുലർ മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്
ഞാൻ ക്യാപിറ്റൽ എ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ സർക്കിളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ എ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതാ ഈ ആംഗിളും തീറ്റ നമുക്ക് അസ്യൂം ചെയ്യാം. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ സർക്കുലർ മോഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമേഗ സ്ക്വയർ എക്സ് ആണ് അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഒമേഗ സ്ക്വയർ എക്സ് അല്ല, ആർ ഒമേഗ സ്ക്വയർ ആണ്, ആർ ഒമേഗ സ്ക്വയർ എന്നാണ്. ബട്ട് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ആരാ? ക്യാപിറ്റൽ എ ആയതുകൊണ്ട് നമുക്ക് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം? എ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇനി നിങ്ങൾ നോക്കി, നമ്മൾ പഠിച്ചു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിനെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. അപ്പോൾ ഇത് ആക്സിലറേഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഇത് ആക്സിലറേഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ആണ്. ഞാൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ എ എക്സ് എന്നും വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആരെന്ന് എടുക്കുന്നു? എ വൈ എന്നും എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന്, അതായത് ഈ കാണുന്ന ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാടേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നിന്ന് നമുക്ക്, ഞാൻ ഇങ്ങോട്ടൊന്ന് സൈഡിലോട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ എക്സ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണെങ്കിൽ അതിന് നമുക്ക് എ കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ഇനി എ എന്ന് പറയുന്നത് നമ്മൾ എ ഒമേഗ സ്ക്വയർ ആണെന്ന് പഠിച്ചു. അപ്പോൾ ആക്സിലറേഷൻ എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നിങ്ങൾ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമിലർലി എ വൈ വെർട്ടിക്കൽ എന്ന് പറയുന്നത്, ഇനി ഇവിടെ ഞാനിവിടെ പറയാം, ഇവിടെ ആക്സിലറേഷൻ എ കോസ് തീറ്റ എന്ന് എടുക്കുമ്പോൾ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കണം? മൈനസ് സൈൻ കൂടി കൊടുക്കണം. അപ്പോൾ മൈനസ് എ കോസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്നാണ് വരുന്നത്. അതുപോലെ ആക്സിലറേഷൻ ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്, അതുകൊണ്ട് അത് മൈനസ് എ സൈൻ തീറ്റ എന്ന് വരും. അവിടെയും നമ്മൾ എയുടെ വില കൊടുക്കും, നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് എ ഒമേഗ സ്ക്വയർ എന്തെന്ന് വരും? സൈൻ തീറ്റ എന്നല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിലറേഷനുമായി വെർട്ടിക്കൽ ആക്സിലറേഷനുമായി. ഇനി നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രയാങ്കിളിൽ നിന്ന്, ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ഞാൻ. ഈ ട്രയാങ്കിളിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്താൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ, ഞാൻ എന്ത് മാറ്റിയാണ്, എക്സിൻ്റെ വാല്യൂ ഞാനൊന്ന് കണ്ടുപിടിച്ചാൽ ഞാനിവിടെ കോസ് തീറ്റ കണ്ടുപിടിക്കുന്നു. കോസ് തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നാണ്. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എ കോസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ സിമിലർലി സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ വൈ ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? എ സൈൻ തീറ്റ എന്നും എഴുതാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എ കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എക്സ് എന്നും എ സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് വൈ എന്നും കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? എ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നും എ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ആരെന്നും എഴുതാം? വൈ എന്നും എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചു ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എം അല്ലേ? കെ ബൈ എം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ എ എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്നും എ വൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വൈ എന്നല്ലേ? അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണെന്ന് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് കിട്ടിയില്ലേ? അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു SHM ആണെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ ആണെന്ന് കണ്ടു. സോറി എക്സ് അല്ല, നമുക്ക് കിട്ടിയത് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ കോസ് തീറ്റ എന്നും അല്ലേ? അതുപോലെ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് എ സൈൻ തീറ്റ എന്നുമാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ബട്ട് ഞാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഫേസ് ആണ്. ഞാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്ന് അസ്യൂം ചെയ്താൽ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ കോസ്, എക്സിന് മൈനസ് ഇല്ലല്ലോ,
എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നും വൈ ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നും എഴുതിക്കൂടെ. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് നമുക്ക് കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുകിൽ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലെങ്കിൽ ആര് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫേസ് ആണ്. ഫേസ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ തന്നിരുന്നാൽ കോസിൻ ഫംഗ്ഷനോടൊപ്പമോ സൈൻ ഫംഗ്ഷനോടൊപ്പമോ ആരാണോ വരുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. അപ്പോൾ ഇവിടെ കോസിൻ്റെയും സൈനിൻ്റെയും വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ ഈ ഒമേഗ ടി പ്ലസ് ഫൈ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് എന്ന് വിളിക്കും. ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എന്ത് വിളിക്കും? ഫേസ്. ഇനി അടുത്തത് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എപ്പോക്ക്. ഇനീഷ്യൽ ഫേസ് ഓർ ആര് എപ്പോക്ക്. അപ്പോൾ ഞാൻ എടുക്കുന്നു ഇഫ് ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഫേസ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലേ? അവിടെ നോക്കിയേ. അപ്പോൾ ഫേസ് എന്ന് പറയുന്നത് ഒമേഗ ടിക്ക് പകരം 0 പ്ലസ് ആരെന്ന് എഴുതാം 5. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 5. അപ്പോൾ ടൈം ഇന്റർവൽ 0 ആകുമ്പോഴുള്ള ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ ഫേസ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പോക്ക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എപ്പോക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ഫേസ് പറഞ്ഞു, അതുപോലെ ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ എപ്പോക്ക് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആൻഡ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. അപ്പോൾ ഞാൻ അതിൽ ആദ്യം പറയാൻ പോകുന്നത് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആണ്. ആരാണ്? എക്സ്പ്രഷൻ ഫോർ ആര്? വെലോസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഞാൻ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്താൽ y ഈസ് ഈക്വൽ ടു ഞാൻ പഠിച്ചു എ സൈൻ ആര് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പഠിച്ചല്ലേ. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ v ഈസ് ഈക്വൽ ടു എനിക്ക് ആരെന്ന് എഴുതാം? dy ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് മീൻസ് ഡി ബൈ ഡി ടി ഓഫ് വൈയുടെ വില കൊടുത്തു എ സൈൻ ആര് ഒമേഗ ടി പ്ലസ് ആര് ഫൈ എന്ന് കൊടുത്തു. അല്ല, എ ഇനി കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആരാടെ? കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഇൻറ്റു ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒമേഗ. അപ്പോൾ നമ്മളൊന്ന് അറേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എ ഒമേഗ കോസ് ആരെന്ന് വരും? ഒമേഗ ടി പ്ലസ് എന്തെന്ന് കിട്ടൂടെ? ഫൈ എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഫോർ ആര്? വെലോസിറ്റി. എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. തീർന്നില്ല. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്ക് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതി. ഇനി നമ്മൾ പണ്ട് മാത്സിനകത്ത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് കോസ് തീറ്റയെ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? കോസ് തീറ്റയെ നമുക്ക് ആരെന്ന് എഴുതാം? അപ്പോൾ ഇവിടെ കോസ് ഒമേഗ ടി പ്ലസ് ഫൈയെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സൈനിലേക്ക് മാറ്റുമ്പോൾ എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് 1 മൈനസ് ആരെന്ന് എഴുതാം? സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഞാനിവിടെ ഈ കോസ് ഒമേഗ ടി പ്ലസ് ഫൈക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കിക്കൂടെ? ഓക്കെ. അപ്പോൾ ഞാനിത് ഒന്ന് മാച്ചിട്ട് മുകളിലോട്ട് എഴുതുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ മുകളിലോട്ട് എഴുതുന്നു വി ഈസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ഇറ്റിക്ക് വരെ ആരോ 1 മൈനസ് സൈൻ സ്ക്വയർ ആരെന്ന് എഴുതാം? ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം അല്ലേ. ഇനി നിങ്ങൾ നോക്കി, ഞാൻ ഈ എ കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്ത് എ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എ റൂട്ടിനകത്ത് കയറുമ്പോൾ എന്താവും? എ സ്ക്വയർ. അപ്പോൾ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 ആരാ? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ആരെന്ന് എഴുതാം? ഒമേഗ ടി പ്ലസ് ആരെന്ന് എഴുതാം? അവിടെ 5 എന്ന് എഴുതിക്കൂടെ? ഇനി നമുക്ക് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ഈ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് y ആണ്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 നമുക്ക് y സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടി എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ആരെന്ന് എഴുതാം? y സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇനി അതുപോലെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഫോർ
മീൻ പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനകത്ത് മീൻ പൊസിഷനകത്ത് y എന്ന് പറയുന്നത് ആരാണ്? സീറോയാണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ആരാ? സീറോയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ആരെന്ന് വരും? സീറോയുടെ സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പോൾ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എ ഒമേഗ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് മാക്സിമം വെലോസിറ്റി അല്ലേ? അതിനെന്ത് വെലോസിറ്റി ആണ്? അപ്പം മെയിൻ പൊസിഷനിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അതിന് എന്തുള്ളത്? മാക്സിമം വെലോസിറ്റി ഉള്ളത്. ഇനി ഞാൻ എടുക്കുന്നു ഫോർ എക്സ്ട്രീം പൊസിഷൻ. ഏത് പൊസിഷനിലാണെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ y എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ? എക്ക് ഈക്വലാണ്. നമ്മൾ മാക്സിമം വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി സീറോയും മീൻ പൊസിഷനിലെ വെലോസിറ്റി എന്തുമായിരിക്കും? മാക്സിമവും ആയിരിക്കും. ഇതാണ് എക്സ്പ്രഷൻ ഫോർ ആരെന്ന് പറയുന്നത്? വെലോസിറ്റി. ഇത് നിങ്ങൾ കൂടെ എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്, എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. നോക്കി, എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. ഇത് അതിനേക്കാൾ സിമ്പിളാണ്. നമുക്ക് കിട്ടി y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എ ഒമേഗ ആരെന്ന് എഴുതാം? കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതിക്കൂടി. ഇനി നോക്കി, ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ? അപ്പോൾ ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ വാല്യൂ കൊടുത്താൽ ഡി ബൈ ഡി ടി ഓഫ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ആരെന്ന് വരും? ഫൈവ് എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എ ഒമേഗ ഇങ്ങനെ പുറത്തെടുക്കാം. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് ഇൻറ്റു ഒമേഗ ടിയുടേത് ഒമേഗ. അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആവും. നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ആരെന്ന് എഴുതാം? ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഇവിടെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന വൈ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആരാ? മൈനസ് ഒമേഗ സ്ക്വയർ വൈ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ മാക്സിമം മെയിൻ പൊസിഷനകത്ത് വൈയുടെ വാല്യൂ സീറോയാണ്. അപ്പോൾ ആക്സിലറേഷൻ എന്തായി പോവും? സീറോ ആയി പോവും. ഇനി അതുപോലെ എക്സ്ട്രീം പൊസിഷനകത്ത് വൈയുടെ വില എന്താ? എ ആണ്. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആക്സിലറേഷൻ എന്തെന്ന് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് കിട്ടും. ഇത് എക്സ്ട്രീം പൊസിഷനിലും മെയിൻ പൊസിഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആരും ആയിരിക്കും? സീറോയും ആയിരിക്കും. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഈ ചാപ്റ്ററിനകത്ത് ഒരാൾ കൂടിയുണ്ട്, സിമ്പിൾ പെൻഡുലം. നമുക്കറിയാം സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഹാവിങ് ലെങ്ത് എൽ ആൻഡ് ഹാവിങ് മാസ് എം ആണ്. ഞാൻ അതിനൊരു ആംഗിൾ തീറ്റ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം പൊസിഷനിൽ ഈ സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒന്നാമത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡാണ്. ആ ബോബിൻ്റെ മാസ് കൊണ്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ഉണ്ടാവും. അതുപോലെ ആ സ്ട്രിങ്ങിനകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ഞാൻ ആരായിട്ട് എടുക്കുന്നു? ടി ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു ടെൻഷൻ ടി ഉണ്ടാവും, സ്ട്രിങ് വലിയുന്നത് കൊണ്ട് അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഞാൻ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് എന്ത് ചെയ്യുകയാണ്? റിസോൾവ് ചെയ്യുകയാണ്. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും രണ്ടാമത്തെ ആരാണ്? വെർട്ടിക്കൽ കമ്പോണൻറ്റുമാണ്. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്താ ഇത് അതിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഇത് അതിൻ്റെ ആരാണ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമാണ്. അപ്പോൾ ഇത് എം ജി കോസ് തീറ്റയും ഇത് എം ജി ആരുമാണ്? സൈൻ തീറ്റയുമാണ്. നിങ്ങൾ ഫിഗർ ഒന്ന് നോക്കുക. ഇതാണ് ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുക. എം ജി സൈൻ തീറ്റയുമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എം ജി കോസ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്തു. എം ജി കോസ് തീറ്റ ആൻഡ് എം ജി സൈൻ തീറ്റ. ഇവിടെ എം ജി കോസ് തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ ആരാണ്? ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ് ആണ്. അപ്പോൾ ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ്ങും എം ജി കോസ് തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? എം ജി
സൈൻ തീറ്റയാണ്. അത് ടുവേഴ്സ് എങ്ങോട്ടാണ്? മെയിൻ പൊസിഷനിലേക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. കാരണം എന്ന് വെച്ചാൽ ആ ഫോഴ്സ് എങ്ങോട്ടാണ്? ടുവേഴ്സ് എന്താ അതിൻ്റെ സെൻറ്ററിലേക്കാണ്, അല്ലെങ്കിൽ ആ മെയിൻ പൊസിഷനിലേക്കാണ്. ഇനി ഞാൻ അവിടെ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് എടുക്കാം. ബട്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന ആരാ? എം എ ആണ്. അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? മൈനസ് എം ജി ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. അവിടെ നിന്ന് എം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? മൈനസ് ജി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഞാൻ എടുക്കുന്നു ഇഫ് തീറ്റ, ഞാൻ ആ ആംഗിൾ, ഇതിനെ വലിച്ചു നീട്ടുന്ന ആംഗിൾ വളരെ എന്താണെന്ന് വിചാരിക്കുക. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ എന്ന് പറയുന്നത് വളരെ എന്താണെങ്കിൽ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു ആര് തന്നെയാണ്? തീറ്റയാണ്. സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആയിരിക്കും? തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ആരെന്ന് എഴുതാം? ജി തീറ്റ എന്ന് എഴുതാം അല്ലേ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ജി തീറ്റ എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു അല്ല, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു തീറ്റ എന്ന് കിട്ടി. ബട്ട് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ആണ്. നമുക്ക് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ആർക്ക് എക്സ് ആണ്. അപ്പോൾ എക്സ് ഡിവൈഡ് ബൈ ആരെന്ന് എഴുതാം? എൽ എന്ന് എഴുതിക്കൂടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? therefore നമുക്ക് a is equal to minus g into x by r എന്ന് എഴുതാടെ. l എന്ന് എഴുതിക്കൂടി. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും ആക്സിലറേഷൻ ആണ്. നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു എക്സ് ബൈ ആർ എന്ന് എഴുതാം, എൽ എന്ന് എഴുതാം. ഇത് എക്സും എക്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി, മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം? ജി ബൈ എൽ എന്ന് എഴുതാം. ദെയർഫോർ ഒമേഗ എന്ന് പറയുന്നത് ആരായിരിക്കും ഇവിടെ? റൂട്ട് ഓഫ് ജി ബൈ ആരാണ്? എൽ ആണ്. കാരണം ഒമേഗ സ്ക്വയർ നമുക്ക് അറിയാമെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. ഇനി ഒമേഗ, ബട്ട് ഒമേഗ എന്ന് പറയുന്നത് ആരാ? 2π ബൈ ടി ആണ് അല്ലേ? 2π ബൈ ടി ആണ്. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? 2π ബൈ ടി ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒമേഗയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? നമുക്ക് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം ഒന്ന്. അപ്പോൾ എന്ത് വരും? 2π ബൈ ടി ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് കിട്ടി? റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ therefore ടി ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് എഴുതാം? 2π റൂട്ട് ഓഫ് ആരെന്ന് എഴുതാം? എൽ ബൈ ജി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതാണ് ടൈം പീരീഡ് ഓഫ് ആരാ? എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ടൈം പീരീഡ്. ടി ഈസ് ഈക്വൽ ടു ആരെ? 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ പാഠത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് സിമ്പിൾ പെൻഡുലം കൃത്യമായിട്ട്